കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നിലാണ് ഇന്നുള്ളത്. വയനാട്ടിലെ 2 ഗ്രാമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഇതുവരെ കേരളം കാണാത്ത വിധത്തിലുള്ള വലിയൊരു ഉരുൾപൊട്ടലിൻ്റെ ഒഴുക്കിൽ ഇല്ലാതായിരിക്കുന്നു. മരണസംഖ്യ മണിക്കൂറുകൾ കണക്കിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാണാതായവരുടെ എണ്ണം ഏതാണ്ട് ഇപ്പോഴും 200-ലധികമാണ്. മരണസംഖ്യ എത്ര മാത്രം വളരും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. 2 പ്രദേശങ്ങളിലായിട്ട് ഏതാണ്ട് 4000-ഓളം മനുഷ്യർ അവരിതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന പ്രദേശത്ത് നിന്ന് പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അവരിപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ജീവിക്കുന്നത്. അവർ ഇതുവരെ ജീവിച്ച സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമോ എന്ന് അവർക്ക് തിട്ടമില്ല. രക്ഷാപ്രവർത്തനം തന്നെയും തീർത്തും ദുഷ്കരമായ ഒരു കാര്യമായി തുടരുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല. എത്തിപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെ മണ്ണോ കല്ലോ നീക്കം ചെയ്തുകൊണ്ട് അതിനടിയിൽ മനുഷ്യർ അകപ്പെട്ടിട്ടുണ്ടോ, ജീവജാലങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോഴുമുള്ളത്. എത്ര ദിവസം നീളും ഈ രക്ഷാദൗത്യം എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. മുൻകാലത്ത് ഇതുപോലെയുള്ള ഉരുൾപൊട്ടലിൻ്റെ അനുഭവങ്ങൾ കണക്കിലെടുത്താൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ഈ രക്ഷാദൗത്യം നീണ്ടുപോയേക്കാം എന്ന് ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾ പറയുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തിയും ആഘാതവും നമ്മൾ